ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നീതു Indo-Italian ഡിഷസ്. ഇത് നമുക്കാർക്കും സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓർത്തു പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ കൂണുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പണ്ടൊക്കെ ഞാൻ കൂണ് കറി വെക്കുമ്പം അതിൽ മസാല ആഡ് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഈയിടെ ഒരിക്കലും എനിക്ക് ചേച്ചി പറഞ്ഞു തന്നു, എൻ്റെ ചേച്ചി US-ലുണ്ട്, ചേച്ചി പറഞ്ഞു തന്നു ഇതൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് കൂണുണ്ടാക്കാനായിട്ട് ഇഞ്ചിയും പച്ചമുളകും, ചേച്ചി പറയുന്ന ഉള്ളി ആവശ്യമില്ലെന്നാണ് പറഞ്ഞു, ഇഞ്ചി പച്ചമുളകും മാത്രം ഇട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു സവാള ഇവിടെ ആഡ് ചെയ്യും, കാരണം അല്ലെങ്കിൽ ഈ കൂണ് എല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ ഇച്ചിരിയല്ല കാണത്തുള്ളൂ, അതുകൊണ്ട് തന്നെയാണേ. അപ്പം ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. അത് പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ പച്ചമുളകിന് എന്തും വേണ്ട എരിയുണ്ടോ അതനുസരിച്ച് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പച്ചമുളകിന് സാമാന്യം എരിവുള്ളതാണ്, അപ്പം എനിക്കത് അത്രയും മതി, എനിക്ക് ഒത്തിരി അങ്ങ് സ്പൈസ് ആകുന്നത് ഇഷ്ടമല്ല. ഇവിടെ ഇങ്ങനെ കൂണ് മഷ്റൂം കിട്ടാറുള്ളത് ഇങ്ങനെ പാക്കറ്റായിട്ടാണ്, ഇത് കഴുകിയതാണ് കിട്ടുന്നത്. അപ്പം ഓരോ രാജ്യങ്ങളിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് കഴുകിയതാണെന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ കഴുകും, ഇതിനകത്ത് അണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് ഓർത്തുണ്ടേ. അപ്പോൾ ഇത് കുറച്ച് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതുകൂടെ കഴുകി ജസ്റ്റ് ഒന്ന് എടുക്കണം. അപ്പം വേറെ വലിയ പരിപാടികളൊന്നും ഇതിനില്ല. ഇതിനിപ്പോൾ നമ്മൾ അരിയോ ഒന്നും വേണ്ട, കാരണം ഇത് ഓൾറെഡി അരിഞ്ഞതാണ്. അപ്പം ഈ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കണം, പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കണം, ഇഞ്ചി ചതച്ചെടുക്കണം. ഞാൻ ഇഞ്ചി അരിയാറില്ല, കൂടുതലും എനിക്കിങ്ങനെ ചതയ്ക്കുന്ന ഇടിയോരലുണ്ട്, അതിലിങ്ങനെ ഇടിച്ചെടുക്കാറേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വെച്ച് പെട്ടെന്ന് എണ്ണ ഒഴിച്ച് നമ്മളിത് ഉണ്ടാക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇത് മഷ്റൂം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. ഈ കൂണ് വെക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചു. പാൻ ഒന്ന് കത്തിക്കാം, അതൊന്ന് ചൂടാകട്ടെ. പാൻ ചൂടായി. പാൻ ചൂടായതുകൊണ്ട് അതിലേക്ക് ഇച്ചിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ അതിൽ ഒഴിച്ചാൽ മതി. പക്ഷേ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് അതിന് കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റട്ടെ. അപ്പോൾ പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്കൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്യാം. ഇതിലാകെ ചേർക്കുന്ന മഞ്ഞൾ പൊടിയാണ്, മഞ്ഞൾ പൊടി ഉപ്പ്, അതുകൊണ്ട് തന്നെ ഒരു സ്വല്പം മഞ്ഞൾ പൊടി ഇട്ടു. കാരണം അത് നിർബന്ധമില്ല, വേണ്ടൊരു ഇട്ടേച്ചാൽ മതി. ഞാനിത് കാരണം കൂണായതുകൊണ്ട് ഇത് വല്ലോ സ്വല്പം മതി. ഇതിപ്പോൾ ഒരുമാതിരി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സ്ലൈസ് ചെയ്ത്. എനിക്കിങ്ങനെ സ്ലൈസ് ചെയ്യുന്ന ഇഷ്ടം, എനിക്ക് ചെറുതായിട്ട് അരിയുന്ന എനിക്കിഷ്ടമല്ല. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ വെള്ളമയമെല്ലാം പറ്റി വഴന്ന് വരട്ടെ, വെന്ത് വരട്ടെ. ഇന്ന് കൂണിലാവുമ്പം അധികം വേവൊന്നുമില്ലല്ലോ മഷ്റൂമിന്, പക്ഷേ ഇതിനകത്ത് വെള്ളമയം ഇഷ്ടംപോലെ കാണാം. വെള്ളമയം എല്ലാം ഒന്ന് പറ്റട്ടെ. ഉപ്പ് കുറവായിട്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പിട്ടെ. ഇത് നമുക്കിനിയും ഇത് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിനകത്ത് വെള്ളമയം മുഴുവൻ പറ്റി വേകട്ടെ. ഇപ്പോൾ കൂണ് നല്ല വെള്ളമെല്ലാം പറ്റി നല്ല മെഴുക്കുവരട്ടി പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിന് മസാലയൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്, കാരണം അതിനകത്ത് പച്ചമുളകും ഇഞ്ചിയുടെയും ടേസ്റ്റ് ആ കൂണിൽ പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സിമ്പിളായിട്ടുള്ള കൂണ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അധികം സാധനങ്ങളൊന്നും അതിനകത്ത് ചേർത്തില്ല, മൊത്തം 10 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും പച്ചമുളകും തന്നെ അതിന് നല്ല ടേസ്റ്റാണ് അതിന് തരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇത്, കാരണം ഭയങ്കര അപാര ടേസ്റ്റാണ് ഇതിന്. ഇത് ചോറിൻ്റെ കൂടെ മെഴുക്കുവരട്ടിയായിട്ടും കൂട്ടാൻ കൊള്ളും, ചപ്പാത്തിയുടെ കൂടെ നല്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളും. അപ്പം പുതിയ ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നുള്ളവരെ ടേക്ക് കെയർ, ബൈ ബൈ.